സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ഒക്കെ പ്രതീകമായ കവിയൂർ പൊന്നമ്മയുടെ കഥാപാത്രങ്ങൾ മലയാള സിനിമയിലുള്ളിടത്തോളം കാലം ഓർത്തിരിക്കുന്ന അത്രയേറെ കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചാണ് കവിയൂർ പൊന്നമ്മ വിടവാങ്ങുന്നത്. 79-ാം വയസ്സിലാണ് കവിയൂർ പൊന്നമ്മ തൻ്റെ വേഷങ്ങൾ അഴിച്ചുവെച്ച് യാത്രയാകുന്നത്. എത്രയോ പതിറ്റാണ്ടുകൾ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായി തിളങ്ങി നിന്ന്, അല്ലെങ്കിൽ മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാറുകളുടെ ഒപ്പം മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ യുവതാരങ്ങൾക്കൊപ്പം വരെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് കവിയൂർ പൊന്നമ്മ വിടവാങ്ങുന്നത്. അതിൽ തീർച്ചയായും നേരത്തെ റിയൻ സൂചിപ്പിച്ചതുപോലെ മോഹൻലാൽ കവിയൂർ പൊന്നമ്മ കൂട്ടുകെട്ട്, അമ്മ മകൻ സ്നേഹം, അത് ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെയൊക്കെ വീടുകളിൽ, അല്ലെങ്കിൽ എല്ലാവരുടെയും വീടുകളിൽ അങ്ങനെ ആകട്ടെ എന്ന ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹത്തിൻ്റെ നിമിഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ മലയാള സിനിമയിൽ ഒരു അമ്മ, അല്ലെങ്കിൽ സ്നേഹനിധിയായ അമ്മ എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ പറയുക കവിയൂർ പൊന്നമ്മ കഴിഞ്ഞിട്ടേ മറ്റൊരു പേര് പോലും തീർച്ചയായും നമുക്ക് അവിടെ എഴുതി ചേർക്കാൻ കഴിയൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ, അത് പലപ്പോഴും നമുക്കറിയാം, നൊമ്പരങ്ങൾ ഏറെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഏറ്റുവാങ്ങുന്ന കഥാപാത്രങ്ങളെയും കവിയൂർ പൊന്നമ്മ അവതരിപ്പിച്ചിട്ടുണ്ട്. സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ പോലും അതിൽ ഒളിഞ്ഞു നിൽക്കുന്ന വിഷാദങ്ങൾ കാണുന്ന കഥാപാത്രങ്ങളെയാണ് നമ്മൾ ഉടനീളം കണ്ടിട്ടുള്ളത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് കവിയൂർ പൊന്നമ്മയുടെ മരണം സംഭവിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോഗ്യസ്ഥിതി വളരെ മോശമായ തുടർന്ന് ചികിത്സയിലായിരുന്നു. പക്ഷേ ഏറെക്കാലങ്ങളായി സിനിമയിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് അഭിനയ രംഗത്തേക്ക് മടങ്ങി വരാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ പലപ്പോഴും മാധ്യമങ്ങളെ കാണുകയും കുറച്ച് കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നൊരു പതിവ് കവിയൂർ പൊന്നമ്മയ്ക്കുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അതിൽ നിന്നും മാറി നിൽക്കുന്നു. ഈ കഴിഞ്ഞ ഒരു മാസമാണ് ആരോഗ്യസ്ഥിതി ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് പോയത്. ഇന്ന് കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. റിയ തുടരുന്നുണ്ട്. റിയ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലേ വളരെ ഗുരുതരമായ അവസ്ഥയാണെന്ന് നമ്മളിങ്ങനെ കേട്ടിരുന്നു. പക്ഷേ തീർച്ചയായും ചികിത്സാ ഫലം കാണും, ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന പ്രതീക്ഷ സ്വാഭാവികമായും വെച്ചു പുലർത്തിയിരുന്നു. എപ്പോഴാണ് കൂടുതൽ മോശം സ്ഥിതിയിലേക്ക് ആരോഗ്യം വന്നത്? ഡോക്ടർമാർ എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചുകൊണ്ട് നമ്മളെ അറിയിച്ചത്? ഇന്നലെ രാവിലെ മുതൽ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു. ആരോഗ്യസ്ഥിതി മോശമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും അതിനെയൊക്കെ അതിജീവിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ചികിത്സ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ആരോഗ്യസ്ഥിതി ഗുരുതരമാവുകയായിരുന്നു. അല്പസമയം മുമ്പാണ് ആശുപത്രി അധികൃതർ കവിയൂർ പൊന്നമ്മയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. നാളെ പൊതുദർശനം കളമശ്ശേരിയിലോ ആലുവയിലോ പൊതുദർശനം ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അത് എവിടെയായിരിക്കുമെന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ ഒരു കൃത്യമായ തീരുമാനം ബന്ധുക്കളും സിനിമാ മേഖലയിലെ മറ്റു ചിലരും കൂടിയാലോചന നടത്തിയ ശേഷം അറിയിക്കും. അങ്ങനെ ഒരു പൊതുദർശനം ആലുവയിലോ കളമശ്ശേരിയിലോ നടത്താനുള്ള ഒരു ആലോചനയാണ് നിലവിൽ മുന്നോട്ട് വെക്കുന്നത്. നാളെ തന്നെ സംസ്കാര ചടങ്ങുകളും ഉണ്ടാകും. അങ്ങനെയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ മുന്നോട്ട് പോകുന്നത്. കൊച്ചിയിലെ ആശുപത്രിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി കവിയൂർ പൊന്നമ്മ ചികിത്സ തുടർന്നുകൊണ്ടേയിരുന്നത്. അപ്പോഴും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ അവർ അസുഖത്തെ തോൽപ്പിച്ച് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കുറച്ചുനാൾ മകൾക്കൊപ്പം വിദേശത്ത് കവിയൂർ പൊന്നമ്മ കഴിഞ്ഞിരുന്നു. അതിനുശേഷം നാട്ടിലേക്ക് തിരികെ എത്തുകയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രയോ സിനിമകൾ അവരുടേത് മാത്രമായി ഇപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട്. അതാണ് കവിയൂർ പൊന്നമ്മ ഇല്ല എന്ന് പറയുമ്പോൾ, കവിയൂർ പൊന്നമ്മേനി ഇല്ല എന്ന് പറയുമ്പോൾ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു എന്ന് അറിഞ്ഞപ്പോഴും നമ്മൾ ആഗ്രഹിച്ചത് ഒരിക്കൽ കൂടി ഒരു വേഷം കവിയൂർ പൊന്നമ്മയുടേതായി കാണണം എന്നൊരാഗ്രഹം മലയാളികളുടെ മനസ്സിലുണ്ടായിരുന്നു. മലയാള സിനിമയിലെ പഴയകാല സൂപ്പർ താരങ്ങളടക്കം സത്യൻ, മധു, പ്രേം നസീർ, സോമൻ, സുകുമാരൻ, അങ്ങനെ ആ പഴയ തലമുറയിലെ താരങ്ങളുടെ അടക്കം അമ്മ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് പിന്നീട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ അമ്മ വേഷങ്ങളിൽ കവിയൂർ പൊന്നമ്മ നിറഞ്ഞു നിന്നിട്ടുണ്ട്. തുടക്കകാലങ്ങളിൽ പ്രായത്തേക്കാൾ ഏറെ കൂടുതലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് കവിയൂർ പൊന്നമ്മ സജീവമായത്. ആ സമയത്ത് പല നെഗറ്റീവ് കഥാപാത്രങ്ങളെയും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് വർഷങ്ങൾക്കിപ്പുറം വന്നപ്പോഴേക്കും കൂടുതലും അമ്മ വേഷങ്ങളിലേക്ക് വരുന്നു. അതെല്ലാം തന്നെ വളരെ സ്നേഹ സ്പർശമുള്ള കഥാപാത്രങ്ങളിലേക്ക് കവിയൂർ പൊന്നമ്മ മാറി. നമുക്ക് അവരൊരു നെഗറ്റീവ് കഥാപാത്രത്തിൽ കാണാൻ പോലും കഴിയാത്ത അത്ര നിലയിലേക്ക്, അങ്ങനെയുള്ളൊരു സ്വീകാര്യതയാണ് മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ കവിയൂർ പൊന്നമ്മയ്ക്കുണ്ടായിരുന്നത്. കാരണം കവിയൂർ പൊന്നമ്മ ഒരു കഥാപാത്രമായി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്നേഹത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അവിടുത്തെ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കൂടെ കൊണ്ടുപോകുന്ന ഒരു അമ്മ എന്ന നിലയ്ക്ക് മാത്രമേ നമുക്ക് കവിയൂർ പൊന്നമ്മയുടെ കഥാപാത്രങ്ങളെ
കഥാപാത്രങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് പിന്നീട് അങ്ങനെ അത്തരം നെഗറ്റീവ് വേഷങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അമ്മ അമ്മായിമ്മ സിനിമയിലൊക്കെ ഉള്ള കഥാപാത്രങ്ങളെ എത്ര പറഞ്ഞാലും നമുക്ക് മതിവരാത്ത അല്ലെങ്കിൽ അത്രയേറെ നമ്മളെ ഹൃദയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങളെയാണ് കവിയൂർ പൊന്നമ്മ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ എപ്പോഴും നമ്മൾ എടുത്തു പറയുന്നത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ അമ്മ വേഷങ്ങളിൽ കവിയൂർ പൊന്നമ്മ എത്തിയിട്ടുള്ളൂ. അതൊരു സ്പെഷ്യലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്രയേറെ മനോഹരമായ രീതിയിൽ വർക്കൗട്ടായിട്ടുള്ള കോംബോകളാണ്. അത് മലയാള സിനിമാ പ്രേമികൾക്കും വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. പക്ഷേ പല തലമുറകളിൽ പല കാലഘട്ടങ്ങളിലെ സൂപ്പർ സ്റ്റാറുകളുടെ അമ്മ കഥാപാത്രങ്ങളായി അവതരിപ്പിച്ചുകൊണ്ടാണ് കവിയൂർ പൊന്നമ്മ നമ്മളിൽ നിന്നും വിടവാങ്ങുന്നത്. ചെറുപ്പകാലത്ത് സംഗീതത്തോട് വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു കവിയൂർ പൊന്നമ്മ. ചില അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പാട്ടുകാരിയാകണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ അഭിനയത്തിലേക്ക് അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിലേക്ക് കവിയൂർ പൊന്നമ്മയെ എത്തിക്കുകയായിരുന്നു. 10-12 വയസ്സുള്ളപ്പോൾ നാടകത്തിലൊക്കെ പാടാനുള്ള അവസരങ്ങൾ, അത് ജി ദേവരാജനെ പോലുള്ള വലിയ പ്രമുഖരായ അല്ലെങ്കിൽ പ്രശസ്ത പ്രതിഭാധനരായ ആളുകളിൽ നിന്ന് അത്തരം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നീട് തോപ്പിൽ ഭാസിയുടെ മൂലധനത്തിൽ ആദ്യമായി പാടാനുള്ള അവസരം വന്നു. അങ്ങനെ നാടകത്തിൽ പിന്നീട് പ്രത്യേക ഒരു സാഹചര്യത്തിൽ നായിക വേഷത്തിലേക്ക് അല്ലെങ്കിൽ അതിലൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് കവിയൂർ പൊന്നമ്മയ്ക്ക് വന്നു. പിന്നെ അങ്ങനെ അതൊരു തുടക്കമായി മാറുകയായിരുന്നു. അങ്ങനെ നാടകത്തിൽ വളരെ സജീവമായി മാറി. KPSCയിലെ മലയാളത്തിൻ്റെ നാടക ചരിത്രത്തിൽ എന്നും തിളങ്ങുന്ന ഒരു നാടക സംഘമായ KPSCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിനേത്രിയായി കവിയൂർ പൊന്നമ്മ മാറുകയായിരുന്നു. കാളിദാസ കലാകേന്ദ്രം അടക്കമുള്ള പ്രതിഭ ആർട്സ് ക്ലബ്ബ് അടക്കമുള്ള നാടക സംഘങ്ങളിലൊക്കെ അവർ വേഷമിട്ടു. അങ്ങനെ പിന്നീട് ഒട്ടേറെ നാടകങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. കേരളത്തിലുടനീളം വലിയ ജനപ്രീതി നേടിയ കഥാപാത്രങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് വെള്ളിത്തിരയുടെ ഒരു വലിയ ലോകത്തേക്ക് കൂടി കവിയൂർ പൊന്നമ്മ ചുവടുവെക്കുകയായിരുന്നു. അങ്ങനെ നാടകത്തിൽ പാട്ടുകാരിയായി നടിയായി തുടങ്ങിയ കവിയൂർ പൊന്നമ്മ 14-ാം വയസ്സിൽ തന്നെ സിനിമയിലേക്ക് കൂടി എത്തി. അത് മെറിലാൻഡിൻ്റെ ഏറ്റവും പഴയകാല സിനിമയിലെ മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ ബാനറായിരുന്നു. മെറിലാൻഡിൻ്റെ ശ്രീരാമ പട്ടാഭിഷേകത്തിൽ മണ്ടോദരിയുടെ വേഷം ചെയ്തത് 10-14 വയസ്സുള്ളപ്പോഴാണ് വേഷം ചെയ്തുകൊണ്ട് തുടങ്ങി. പിന്നെ കുടുംബിനി എന്ന സിനിമയിൽ ആദ്യമായി അമ്മ വേഷത്തിൽ അഭിനയിച്ചു. അപ്പോഴും വളരെ ചെറുപ്രായത്തിലാണ്, 2 കുട്ടികളുടെ അമ്മയൊക്കെ ആയിട്ടാണ് അഭിനയിച്ചത്. തൊമ്മൻ്റെ മക്കൾ എന്ന സിനിമ. പിന്നീട് ഒരുപാട് സിനിമകളിൽ നെഗറ്റീവ് റോളുകളും മാറി മറിഞ്ഞുമൊക്കെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.